ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഞാനിപ്പോൾ നീറ്റതേ ഉള്ളൂ. സമയം രാവിലെ 6 മണി. പതിവില്ലാണ്ട് ഞാൻ ഇന്നൊരു വ്ളോഗായിട്ടാട്ടോ വന്നേക്കുന്നത്. കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. തലശ്ശേരിയിൽ വെച്ചിട്ടാണ് ഈ പ്രാവശ്യം. പൊന്നൂസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവളോട് രാവിലെ തന്നെ ഡ്രസ്സും മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങി ഇതേ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നൂസിന് നല്ല ടെൻഷനുണ്ട് കേട്ടോ. കാരണം തിരുവാതിരയ്ക്ക് മാത്രം 30ഓളം ടീമാണ് കോമ്പീറ്റ് ചെയ്യാൻ വരുന്നതെന്നാണ് അറിഞ്ഞത്. അത് മാത്രമായിരുന്നില്ല, സബ് ജില്ലയിൽ അവർക്ക് സെക്കൻഡ് ആയിരുന്നു. അവർ അപ്പീൽ കൊടുത്ത് കോമ്പീറ്റ് ചെയ്ത് അങ്ങനെ ജില്ലയിലേക്ക് കയറിയതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം ടെൻഷനിലായിരുന്നു പൊന്നൂസ്. ഇപ്രാവശ്യം തലശ്ശേരി ബ്രണ്ണൻ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത്. പൊന്നൂസ് സ്കൂളെത്തുന്നത് വരെ ബാക്കോട്ട് തിരിഞ്ഞിട്ട് ചേച്ചി പേടിയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നല്ല ടെൻഷനിലായിരുന്നു എല്ലാവരും. ഞങ്ങളൊരു 7:10 സ്കൂളിലെത്തി. അപ്പോൾ കുറച്ച് പിള്ളേർ അവരുടെ പാരൻസ് മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു 7:30 ആകുമ്പോഴത്തേക്കും എല്ലാ കുട്ടികളും എത്തി. അതായിരുന്നു അവർ കളിക്കാൻ പോകുന്നത് സ്റ്റേജ്. ആ കാണുന്നതാണ് അവരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഈ റൂമായിരുന്നു അവർക്ക് മേക്കപ്പൊക്കെ ചെയ്യാൻ വേണ്ടി അസൈൻ ചെയ്തിട്ടുള്ള റൂം. കാലത്ത് 7:30 തന്നെ എല്ലാവരും വന്നുകൊണ്ട് ആരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിലേക്ക് പോവാണ്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളെത്തി. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ സ്കൂളിൻ്റെ വക തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹെയറും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൊന്നൂസിൻ്റെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടോ. ഇനി അവൾക്ക് പൂ വെക്കേണ്ടതേ ഉള്ളൂ. ഇതേ പൂ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് റെഡിയായി. അപ്പോൾ ഞാൻ പൊന്നൂസിനും പിള്ളേർക്കും ഓൾ ദ ബെസ്റ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. പിള്ളേർക്ക് നല്ല ടെൻഷനുണ്ട്. ഇപ്പോൾ ടീച്ചർക്ക് എല്ലാവരും ദക്ഷിണ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ടീച്ചറും കുട്ടികളും എന്താ സ്റ്റേജിൽ കയറി എങ്ങനെ കളിക്കണം, എങ്ങനെ പെർഫോം ചെയ്യണം, ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ടീച്ചർ. അപ്പോൾ ഇതേ പിള്ളേർ സ്റ്റേജിലേക്ക് എല്ലാവരുടെയും മുഖം നോക്കിയേ. നല്ല ഇടല്ലേ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരെയും. കലോത്സവം എന്ന് പറയുമ്പോൾ എനിക്ക് ഇമോഷണലി ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ. എൻ്റെ പഠിത്തം കഴിയുന്നത് വരെ ഞാൻ ഒരു കലോത്സവം പോലും മിസ്സാക്കാത്ത ഒരാളായിരുന്നു. സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണുനീര് ഒഴുക്കിയിട്ടുണ്ട്. അതിനെ സാക്ഷിയായിട്ടുണ്ട്. സന്തോഷവും സങ്കടവും ടെൻഷനൊക്കെ ഒരുമിച്ച് അനുഭവിച്ചിട്ടുണ്ട്. അതിനിടയിൽ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എൻകറേജ്മെൻറ്റ്സും തെറ്റിപ്പോയാലുള്ള കുറ്റപ്പെടുത്തലും. മോളെ കഴിച്ചോ ക്ഷീണമൊന്നും ഇല്ലല്ലോ അല്ലേ, ഇത് ആപ്പിളും ഓറഞ്ചൊക്കെ കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും, ഗ്ലൂക്കോസ് പൊടി വേണോ, ക്ഷീണമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫോഴ്സ്ഫുള്ളി കഴിപ്പിക്കാനുള്ള ശ്രമങ്ങളും, കഴിച്ചാൽ തന്നെ ദൈവമേ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ വാഷ്റൂമിൽ പോകേണ്ടി വരുമോ എന്നുള്ള ടെൻഷനുകളും, കഴിക്കുമ്പോൾ തന്നെ ലിപ്സ്റ്റിക്ക് പോകുമോ എന്നുള്ള പേടി അത് വേറെയും. അതുപോലെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പേ ദൈവമേ തെറ്റിപ്പോവല്ലേ, നന്നായിട്ട് കളിക്കാൻ പറ്റണേ, നന്നായിട്ട് പാടാൻ പറ്റണേ എന്നുള്ള പ്രാർത്ഥനയും. കളിച്ച് കഴിഞ്ഞാലോ ഇതുവരെ കാണാത്തേയും കേൾക്കാത്തേയും വിളിക്കാത്തേയും ദൈവങ്ങളെ വിളിച്ചിട്ടായിരിക്കും പ്രാർത്ഥന. ദൈവമേ ജഡ്ജസിന് തെറ്റിപ്പോയതൊന്നും മനസ്സിലാവില്ലേ, ഫസ്റ്റ് കിട്ടണേ. ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാലോ പിന്നെ ആർപ്പ് വിളിയും ബഹളവും, പിന്നെയുള്ള ജാടയൊന്നും പറയണോ. അഥവാ പ്രൈസ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കളിച്ചത് എന്തുകൊണ്ട് എനിക്ക് തന്നില്ല എന്നുള്ള കരച്ചിലും വീഴ്ചലും ജഡ്ജ്മെൻറ്റ്സിനെ കുറ്റം പറയലും ഒന്നും പറയണ്ട. അങ്ങനെ ആ മേളമൊക്കെ കഴിഞ്ഞാൽ പിന്നെ അലറ ചില്ലറ വായിനോട്ടവും തേരാപ്പാര നടത്തവും ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരുന്നിട്ട് കണ്ട ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ വാങ്ങി തിന്നലും. അങ്ങനെ നടക്കുന്നതിനിടയിൽ നമ്മളെ ടീച്ചേഴ്സായിട്ട് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതുപോലത്തെ മാന്യന്മാർ വേറെ ഉണ്ടാവില്ല. എന്താ കാര്യം, സ്കൂളിലെത്തിയിട്ട് ഇനി ഇതിൻ്റെ ദേഷ്യം തീർത്താലോ എന്നുള്ള പേടി. ഇതിൻ്റെ ഒക്കെ മുന്നിലോ കലോത്സവത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ക്ലാസ് ബങ്ക് ചെയ്യലും. അങ്ങനെ കുറേ ഓർമ്മകളാണ് കലോത്സവത്തിനെ പറ്റി എനിക്ക് പറയാൻ. അയ്യോ, ഞാനങ്ങനെ കാര്യമുള്ള സംഗതി മറന്നതല്ല. ആക്ച്വലി ഞാൻ ഇവരുടെ ഡാൻസ് വീഡിയോ എൻ്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യരുത് എന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു സ്കൂളിൽ. ഇത് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, ഇതുവരെ കാണാത്ത കേൾക്കാത്ത വിളിക്കാത്ത ദൈവങ്ങളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാര്യം. അതായിരുന്നു ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇനി ആകാംക്ഷാഭരിതമായ നിമിഷങ്ങളാണ്. റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? എനിക്കറിയാം, എല്ലാവർക്കും കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവും. എന്നാലിതാ കേട്ടോ. സ്ഥാനതലത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ടീം 111. അങ്ങനെ
റിസൾട്ട് വന്നു, ഞങ്ങൾക്കായിരുന്നു ഫസ്റ്റ്. ഓ മൈ ഗോഡ്, സന്തോഷമൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തടത്തോളമായിരുന്നു. 30 ടീമിൽ നിന്ന് സെക്കൻഡും ഇല്ല തേർഡും ഇല്ല, ഓൺലി ഫസ്റ്റ് പ്ലേസ് മാത്രം. കുട്ടികളുടെ ഇത്ര കാലത്തെ സ്ട്രഗിൾസിനും എഫേർട്ടിനും പ്രാക്ടീസിനും ബലം കണ്ടു. ആൻഡ് ഐ ക്യാൻ സേ ദാറ്റ് ദേ ട്രൂലി ഡിസേർവ് ഇറ്റ്. തിരുവാതിരയുടെ തനതായ ശൈലിയിൽ, അതായത് പക്ക ട്രഡീഷണൽ രൂപത്തിൽ തിരുവാതിരയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും അനുസരിച്ചും പാലിച്ചുമായിരുന്നു കുട്ടികൾ തിരുവാതിര പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾ ഈ ഒരു അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിലത്തൊന്നും ആയിരിക്കില്ല എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. ഇതാ നോക്ക്, ഇൻ്റർവ്യൂസിൻ്റെ ബഹളം. ഇനിയാണ് ശരിയായ യുദ്ധം. ആൻഡ് ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ ദ റിയൽ ബാറ്റർ. യെസ്, അവരിനി സ്റ്റേറ്റിലേക്ക്, സംസ്ഥാനത്തേക്ക്. എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളൊക്കെ എൻ്റെ പിള്ളേർക്ക് വേണം കേട്ടോ. ആൻഡ് ഐ വിഷ് മൈ ടീം എ വെരി ഗുഡ് ലക്ക്.